പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ദിനങ്ങളാണ്. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരനെല്ലാം ഞങ്ങളുടെ ഭവനങ്ങളിൽ പല ഭവനങ്ങളിലും വന്നിട്ടുണ്ട്. ചില സമയത്ത് ബന്ധുക്കളൊക്കെ ആയിട്ട് വന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലിയ ഭാരപ്പെട്ടു പോണത് കാണാം. ചുരുക്കം ചില കുടുംബങ്ങളിലാണ് സന്തോഷിച്ച് പിരിയണത്. അപ്പോൾ അത് എപ്പോഴും ജാഗ്രത വേണ്ട ഒരു കാര്യമാണ്. കർത്താവ് ഞങ്ങളുടെ വീടിന് ചുറ്റും തിന്മയുടെ ശക്തി, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അന്തരീക്ഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനം സമാധാനം ആശംസിക്കാൻ അലച്ച കർത്താവെ, നിൻ്റെ നാമത്തിൽ ക്രിസ്മസ് രാവിലെ അങ്ങയുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, ആശീർവാദം, കർത്താവെ, സമാധാന ദൂതൻ ആ ഭവനത്തിലുണ്ടെങ്കിൽ നിൻ്റെ സമാധാനം, അർഹതയുണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ഈശോ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, അർഹതയില്ലെങ്കിലും ഇന്ന് സമാധാനം വേണം. കർത്താവിൻ്റെ ഒരു നല്ല ദിവസം അസ്വസ്ഥത ഉണ്ടാവരുത്. പല അതുപോലെ തന്നെ പല വീടുകളിലെ സമാധാനം ഉണ്ടാകണം. ഒത്തിരിയേറെ വിഷയങ്ങൾ സാത്താൻ ദേവാലയത്തിലും പോകത്തില്ല. ക്രിസ്മസ് പാപകരമായ കാര്യങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഈശോയെ, അതിനുവേണ്ടി കരുതിക്കൂട്ടി പാപം ചെയ്യുന്നതിന് വേണ്ടി കൊപ്പ് കൂട്ടുന്നവരുണ്ട് ക്രിസ്മസ് കാലങ്ങളിൽ. അങ്ങനെ സാത്താൻ വർഷിപ്പുകാരെ വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധുക്കളായി സ്വന്തപ്പെട്ടവരായി പലരും കടന്നു വരണത് വിവേചന ബുദ്ധി എടുക്കാൻ കുടുംബക്കാരെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അശുദ്ധ സാഹചര്യങ്ങളെ ബന്ധിക്കാൻ നിങ്ങൾ കഴിയണം. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെ സാത്താൻ സ്പർശിക്കാതിരിക്കണം. സർവോപരി സ്നേഹം വർദ്ധിക്കണം, ധാരണ വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം, പരസ്പരമുള്ള ഐക്യം വർദ്ധിപ്പിക്കണം. കർത്താവെ, എല്ലാത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ കർത്താവ് ഈ ക്രിസ്മസ് ദിവസം തന്നെ കർത്താവ് പല വിഷയങ്ങളിലും സമാധാനം ഇല്ലാത്തവരുണ്ട്. ഈശോയെ, സാമ്പത്തിക വിഷയം കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് സമാധാനം ഇല്ലാത്തവരുണ്ട്. പലതരത്തിലും അവർക്ക് ക്രിസ്മസ് ആണെങ്കിലും എല്ലാവർക്കും സന്തോഷിക്കുമ്പോഴും സന്തോഷമില്ലാത്തവരുണ്ട്. മക്കളില്ലാത്തതിനെ പേര് സന്തോഷമില്ലാത്തവരുണ്ട്, ജോലി ഇല്ലാത്തതിനെ പേര് സന്തോഷമില്ലാത്തവരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നത് കൊണ്ടും അല്ലാതെ തന്നെ നാട്ടിലില്ലാത്തത് കൊണ്ടും സന്തോഷമില്ലാത്തവരുണ്ട്. മരണം നടന്നതിൻ്റെ പേരിൽ കുടുംബത്തിൽ ക്രിസ്മസ് ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ സമാധാനം, അങ്ങാണ് ഞങ്ങളുടെ സന്തോഷം, അങ്ങാണ് ഞങ്ങളുടെ ക്രിസ്മസ്. അങ്ങയുടെ സാന്നിധ്യം എവിടെയുണ്ട് അത് അംഗീകരിക്കുന്ന ജീവിതത്തിൽ വരുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അങ്ങയുടെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അങ്ങയെ സ്വീകരിക്കുന്ന പോലെ തന്നെ കർത്താവെ, അമ്മ ഈ ശിശുവിനെ സ്വീകരിച്ചത് ഈശോയുടെ നാമത്തിലാണ്. ഈശോയുടെ നാമത്തിൽ തന്നെയാണ്, ദൈവപിതാവിൻ്റെ നാമത്തിലാണ് ശിശുവിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആട്ടിടയന്മാർ വന്നതും ആട്ടിടയന്മാർ സമ്മാനം പോലും തരാതെ പ്രാകൃത വേഷക്കാർ വന്ന് നോക്കി നിന്ന് പോയതും അമ്മയെ ഫീൽ ചെയ്തില്ല. ക്രിസ്മസിൻ്റെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, വഴിയേറി പ്രസവിച്ച പോലെ കണ്ടു നിന്നവരും പ്രസവം അറിഞ്ഞു വന്നവരും പോലും പ്രാകൃതരാണ്, അവർക്ക് ബന്ധമില്ലാത്തവരാണ്. എങ്കിലും അവരെ കണ്ടുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ്. കാര്യം ആ അപരിചിതത്വമെല്ലാം അമ്മ എടുത്തത് പിതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയത്തിൽ തുള്ളിച്ചാടുന്നുണ്ടാവും അമ്മ. കാര്യം വിശ്വാസമെന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലോ നമ്മൾ എടുക്കുന്നതാണ്. ക്രിസ്മസുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ദൈവപൈതലെ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള പ്രത്യേക അഭിഷേകം ഈ ഭവനങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്നവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവരും ക്രിസ്മസ് ഉണ്ടായിരുന്നവരും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ യാത്ര ചെയ്ത് പോയി കാണാം, ചിലപ്പോൾ എന്നേക്കുമായി യാത്ര പിരിഞ്ഞു പോകാം. ഏതായാലും അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും പോകേണ്ടതാണ്. ആർക്കും അതിൻ്റെ ഒഴിവില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് നെടുവേർപ്പെടേണ്ട ഒരു കഥയുമില്ല. മറിച്ച് ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെ അതിൻ്റെ മിതമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നിരാശകൾ മനസ്സിൽ നിന്ന് കളയാൻ കർത്താവിൻ്റെ മക്കളെ അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞുമക്കളുള്ള കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് കടന്നു ചെല്ലുകയും കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബ സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം സന്തോഷമാക്കി മാറ്റിയ പോലെ അമ്മയെ പരിശുദ്ധമ്മ ദൈവമാതാവെ, ഈ ക്രിസ്മസിന് അങ്ങയുടെ നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ കയറി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ സംരംഭങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ
നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുസരിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്ര ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വിനോദങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വാഹനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ബന്ധുത്വങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ഭക്ഷണങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ, അത് പാകപ്പെടുന്ന സമയത്ത് കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ദൈവത്തിൻ്റെ സ്വന്തം ഭവനമെന്ന രീതിയിൽ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് അവകാശം ഓഹരിയുമാക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ.